SSLC മോഡൽ എക്സാമിനേഷൻ 2024 ബയോളജി ചോദ്യപേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യ ചോദ്യം, എയിലെ ബന്ധം തിരിച്ചറിഞ്ഞ് ബി പൂരിപ്പിക്കുക. എയിലെ ബന്ധം തിരിച്ചറിഞ്ഞ് ബി പൂരിപ്പിക്കുക. എ ഭ്രൂണത്തിൻ്റെ സുപ്താവസ്ഥ ആബ്സസിക് ആസിഡ്. ബി ഫലരൂപീകരണം ഡാഷ്. അപ്പോൾ ഉത്തരം ഫലരൂപീകരണത്തിന് സഹായിക്കുന്ന സസ്യ ഹോർമോണാണ് ഓക്സിൻ അല്ലേ, ഓക്സിൻ. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഫലം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് വരുന്നത് എതിലിനാണ്. എതിലിൻ എന്തിനാ സഹായിക്കുക? ഇലകളുടെയും ഫലങ്ങളുടെയും പാകമാകാൻ അല്ലേ സഹായിക്കുന്നത് എതിലിനാണ്. ഇവിടെ ഫലരൂപീകരണമാണ്, ഓക്സിനാണ് ഉത്തരം. ചോദ്യം 2, തന്നിരിക്കുന്നവയിൽ സിമ്പതറ്റിക് വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട പ്രസ്താവന ഏത്? ഓപ്ഷനുകൾ: സ്വതന്ത്ര നാഡീവ്യവസ്ഥയുടെ ഭാഗം, കേന്ദ്ര നാഡീവ്യവസ്ഥയുടെ ഭാഗം, ഉമിനീർ ഉൽപ്പാദനം കൂട്ടുന്നു, ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കുന്നു. ഉത്തരം സ്വതന്ത്ര നാഡീവ്യവസ്ഥയുടെ ഭാഗമാണ് അല്ലേ ശരിയായിട്ട് വരുന്നത്. ഓക്കെ, ചോദ്യം 3. ചോദ്യം ഇതാണ്: വിത്തിൻ്റെ നിറം എന്ന സ്വഭാവത്തിൻ്റെ 2 വിപരീത ഗുണങ്ങളുടെ വർഗസങ്കരണം ചിത്രീകരിച്ചിരിക്കുന്നു. F1 തലമുറയിലെ ഗുപ്തഗുണം ഏത്? ഇവിടെ നമുക്ക് 2 വിത്തുകളാണുള്ളത്. ഒന്ന് മഞ്ഞ വിത്ത്, മറ്റൊന്ന് പച്ച വിത്ത്. ഇവിടെ മഞ്ഞ വിത്തിനെ സൂചിപ്പിക്കുന്ന അക്ഷരം ക്യാപിറ്റൽ വൈ, വലിയക്ഷരം വൈയും, പച്ച വിത്ത് സൂചിപ്പിക്കുന്നത് ചെറിയ അക്ഷരം വൈയുമായിരിക്കും അല്ലേ. അപ്പോൾ ഇവിടെ 1ാം തലമുറയിലുണ്ടായ സസ്യം ക്യാപിറ്റൽ വൈ സ്മോൾ വൈ അങ്ങനെയായിരിക്കും വരിക അല്ലേ. അതായത് 1ാം തലമുറയിൽ പ്രകടമാകുന്ന ഗുണം വലിയക്ഷരത്തിൻ്റെ സ്വഭാവം ഉള്ളതായിരിക്കും. അതായത് മഞ്ഞ വിത്താണ് പ്രകടമാകുന്നത് അല്ലേ, നിറം മഞ്ഞയാണ് പ്രകടമാകുന്നത്. അതുപോലെ ഗുപ്തഗുണം ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഗുപ്തഗുണം എന്ന് പറഞ്ഞാൽ മറിഞ്ഞിരിക്കുന്ന ഗുണമാണ് അല്ലേ, ഗുപ്തഗുണം അല്ലെങ്കിൽ അപരഗുണം എന്നൊക്കെ പറയും. അപ്പോൾ അത് പച്ച, ഉത്തരം പച്ചയാണ് അല്ലേ. ചെറിയ അക്ഷരത്തിൻ്റെ സ്വഭാവം മറിഞ്ഞിരിക്കും, അതാണ് ഗുപ്തഗുണം, അത് ഇവിടെ പച്ചയാണ്. ചോദ്യം 4, ചുവടെ നൽകിയ പരികൽപ്പനയ്ക്ക് പിൻബലമേകുന്ന തെളിവ് എന്ത്? ചുവടെ നൽകിയ പരികൽപ്പനയ്ക്ക് പിൻബലമേകുന്ന തെളിവെന്ത്? ഇതാണ് പരികൽപ്പന: പ്രപഞ്ചത്തിലെ ഇതര ഗോളങ്ങളിലെവിടെയോ ജീവൻ ഉത്ഭവിച്ച് ആകസ്മികമായി ഭൂമിയിലെത്തിയതാകാം. ഇത് നൽകുന്ന തെളിവ് എന്താണ്? ഉൽക്കാവശിഷ്ടങ്ങളിൽ കണ്ടെത്തിയ ജൈവ വസ്തുക്കളാണ് ഇതിന് നൽകുന്ന തെളിവ് അല്ലേ. ഇത് ശരിക്ക് പാൻസ്പെർമിയ വാദമാണ്. മനസ്സിലാക്കേണ്ടത്, ഭൂമിയിൽ ജീവനുണ്ടായതിനെ കുറിച്ചിട്ട് 2 തെളിവുകളാണ് ഉള്ളത്, അല്ലെങ്കിൽ 2 സിദ്ധാന്തങ്ങളാണ് ഉള്ളത്. ഒന്ന് പാൻസ്പെർമിയ, അതാണ് ഈ പ്രപഞ്ചത്തിലെ ഇതര ഗോളങ്ങളിൽ എവിടെയോ ജീവൻ ഉത്ഭവിച്ചത് ആകസ്മികമായി ഭൂമിയിലെത്തിയതാകാം അല്ലേ. മറ്റൊന്നാണ് രാസപരിണാമ സിദ്ധാന്തം അല്ലേ, AI ഒപ്പാരിൻ്റെയും JBS ഹാൽഡൻ്റെയും രാസപരിണാമ സിദ്ധാന്തം. അപ്പോൾ അത് മനസ്സിലാക്കുക. ഇവിടെ ഉത്തരം ഉൽക്കാവശിഷ്ടങ്ങളിൽ കണ്ടെത്തിയ ജൈവ വസ്തുക്കൾ. ഇനി ചോദ്യം 5, അഞ്ചാമത്തെ ചോദ്യം നമുക്ക് ചില ബന്ധങ്ങൾ തന്നിട്ടുണ്ട്. ഒന്ന്, പ്ലനേറിയ ഐസ്പോട്ട് രുചി. തന്നിരിക്കുന്നവയിൽ നിന്ന് ശരിയായത് തിരഞ്ഞെടുക്കുക. അപ്പോൾ ആദ്യം പ്ലനേറിയ ഐസ്പോട്ട് രുചി, സ്രാവ് ജാക്സൺസ് ഓർഗൻ ഗന്ധം, പാമ്പ് പാർശ്വവര ശരീര തുലനനില, ഈച്ച ഒമാറ്റിഡിയ പ്രകാശം അല്ല. ഇവിടെ ശരിയായിട്ട് വരുന്നത് 4ാമത്തതാണ്, 4ാമത്തെ ജോഡിയാണ് ഈച്ച ഒമാറ്റിഡിയ പ്രകാശം അല്ലേ. ഈച്ചയുടെ
കണ്ണിലാണ് ഒമാറ്റിഡിയ ഉള്ളത് അല്ലേ? അത് പ്രകാശത്തിന് അല്ലേ പ്രകാശം നൽകുന്നത്, ഈച്ചയെ കണ്ണു കാണാൻ സഹായിക്കുന്നതാണ് ഒമാറ്റിഡിയ അല്ലേ? ഈച്ചയുടെ ഒരു കണ്ണിൽ തന്നെ ആയിരക്കണക്കിന് കുഞ്ഞു കണ്ണുകളുണ്ട്. ഈച്ചയുടെ കണ്ണിലുള്ള പ്രകാശഗ്രാഹികളാണ് ശരിക്കും ഒമാറ്റിഡിയ എന്നറിയപ്പെടുന്നത്. ഇനി ഇവിടെ മറ്റുള്ളതൊക്കെ തെറ്റാണ്. പ്ലനേറിയ യിലാണ് ഐ സ്പോട്ട് ഉള്ളത് അല്ലേ? അത് രുചിയല്ല, പ്രകാശത്തിൻ്റെ സാന്നിധ്യം മനസ്സിലാക്കാനാണ് ഐ സ്പോട്ട്. അതുപോലെ സ്രാവിൽ കാണപ്പെടുന്ന പാർശ്വവരയാണ് അല്ലേ? അത് തുലനില. പിന്നെ പാമ്പിലാണെന്നുണ്ടെങ്കിൽ ജാക്കബ്സൺസ് ഓർഗനാണ് അത് അല്ലേ? ഗന്ധത്തിന് സഹായിക്കുന്നത്. ഇനി ചോദ്യം 6. തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ അടിവരയിട്ട ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ തിരുത്തി എഴുതുക. 1. ഒരു ജീവിയിൽ അടങ്ങിയിട്ടുള്ള മൊത്തം ജനിതക വസ്തുവിനെ അതിൻ്റെ ജീനോം എന്ന് വിളിക്കുന്നു. അത് ശരിയാണ്. ബി. ഒരു പ്രത്യേക ജീനിൻ്റെ സ്ഥാനം DNA-യിൽ എവിടെയാണെന്ന് തിരിച്ചറിയാൻ ജീൻ മാപ്പിംഗ് സഹായിക്കുന്നു. അതും ശരിയാണ്. സി. ന്യൂക്ലിയോടൈഡുകളുടെ ക്രമീകരണം പരിശോധിക്കുന്നതിനുള്ള സാങ്കേതിക വിദ്യയാണ് ജീൻ തെറാപ്പി. അത് തെറ്റാണ്. ജീൻ തെറാപ്പി അല്ല, DNA ഫിംഗർ പ്രിൻറ്റിങ് അല്ലെങ്കിൽ DNA പ്രൊഫൈലിംഗ് എന്നും പറയും അല്ലേ? ഓക്കെ, ഇനി അതിൽ ഡി വരുന്നത് നമുക്ക് നോക്കാം. ഡി. വൈറൽ രോഗങ്ങളുടെ ചികിത്സക്കായി ഉപയോഗിക്കുന്ന പ്രോട്ടീനുകളാണ് ഇൻ്റർഫെറോണുകൾ. അതും ശരിയാണ്. അപ്പോൾ ഉത്തരം സി ആണ്. സി, ജീൻ തെറാപ്പി അല്ല, DNA ഫിംഗർ പ്രിൻറ്റിങ്. ഓക്കെ, ഇനി ചോദ്യം 7. ചിത്രീകരണം നിരീക്ഷിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ചിത്രീകരണം ഇതാണ്. വിവിധ വ്യതിയാനങ്ങളുള്ള ജീവികൾ, അമിതോൽപാദനം, നിലനിൽപ്പിനായുള്ള സമരം. ചോദ്യം എ. ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്ന പരിണാമ സിദ്ധാന്തം ഏത്? അല്ലേ, നമുക്ക് കണ്ടാലറിയാം. അമിതോൽപാദനം, നിലനിൽപ്പിനായുള്ള സമരം ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഡാർവിൻ്റെ സിദ്ധാന്തമാണ് അല്ലേ അതറിയപ്പെടുന്നത്. ഡാർവിനിസം അല്ലെങ്കിൽ പ്രകൃതി നിർദ്ധാരണം എന്നും പറയാം. പ്രകൃതി നിർദ്ധാരണ സിദ്ധാന്തം അഥവാ ഡാർവിനിസം. ഇനി അതിലെ ചോദ്യം ബി. ഈ സിദ്ധാന്തം അനുസരിച്ച് പുതിയ ജീവജാതികളുടെ ഉത്ഭവത്തിൽ വ്യതിയാനങ്ങളുടെ പ്രാധാന്യം എന്ത്? ഈ സിദ്ധാന്തം അനുസരിച്ച് പുതിയ ജീവജാതികളുടെ ഉത്ഭവത്തിൽ വ്യതിയാനങ്ങളുടെ പ്രാധാന്യം എന്ത്? അതായത് ഉത്തരം തലമുറകളായി കൈമാറ്റം ചെയ്ത് ലഭിക്കുന്ന അനുകൂല വ്യതിയാനങ്ങളുടെ സഞ്ചയം അല്ലെങ്കിൽ അനുകൂല വ്യതിയാനങ്ങൾ പുതിയ ജീവജാതിയുടെ ഉത്ഭവത്തിലേക്ക് നയിക്കുന്നു അല്ലെങ്കിൽ പുതിയ ജീവിവർഗങ്ങളുടെ ഉത്ഭവത്തിലേക്ക് നയിക്കും. ഓക്കെ, ഇനി ചോദ്യം 8. ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവന വായിച്ച് ചോദ്യത്തിന് ഉത്തരം എഴുതുക. മധ്യകർണത്തെ ബാഹ്യകർണത്തിൽ നിന്നും വേർതിരിക്കുന്നത് കർണപടമാണ്. ഇതിലൂടെ വായുവിന് കടന്നു പോകാൻ കഴിയില്ല എങ്കിൽ കർണപടത്തിന് ഇരുവശത്തുമുള്ള വായുമർദ്ദം ക്രമീകരിക്കുന്നത് എങ്ങനെയാണ്? അപ്പോൾ ചോദ്യം ഇതാണ്. കർണപടത്തിൻ്റെ ഇരുഭാഗത്തുമുള്ള വായുമർദ്ദം ക്രമീകരിക്കപ്പെടുന്നത് എങ്ങനെയാണ്? അത് യൂസ്റ്റേഷ്യൻ നാളി വഴി എത്തുന്ന വായു മൂലം മർദ്ദം ക്രമീകരിക്കപ്പെടുന്നു. ഉത്തരം യൂസ്റ്റേഷ്യൻ നാളിയാണ്. ഈ മധ്യകർണത്തെയും ഗ്രസനിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന നാളിയാണ് യൂസ്റ്റേഷ്യൻ നാളി അല്ലേ. ഈ ജലദോഷം ഉണ്ടാകുന്ന സമയത്തൊക്കെ ചെവിവേദന അനുഭവപ്പെടാറുണ്ട്. അപ്പോൾ അതിൻ്റെ കാരണവും യൂസ്റ്റേഷ്യൻ നാളിക്ക് ഉണ്ടാകുന്ന തകരാറാണ് അല്ലേ. ആ സമയത്ത് ഈ മധ്യകർണത്തിലുള്ള ഈ വായുമർദ്ദം ക്രമീകരിക്കാൻ കഴിയാത്തൊരവസ്ഥയായിരിക്കും ഈ സമയത്ത് അല്ലേ. അപ്പോൾ യൂസ്റ്റേഷ്യൻ നാളി വഴി എത്തുന്ന വായു മൂലം മർദ്ദം ക്രമീകരിക്കപ്പെടുന്നു. ഇനി അടുത്ത ചോദ്യം, ചോദ്യം 9. ഒരു ചിത്രം തന്നിട്ടുണ്ട്. ചിത്രം XY എന്നിവ നിരീക്ഷിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. നമുക്കറിയാം 2 ന്യൂറോണിൻ്റെ ചിത്രമാണുള്ളത് XY അല്ലേ. കണ്ടാൽ തന്നെ അറിയാം
ആക്സോണിന് പോയിരിക്കുന്ന മൈലിൻ ഷീത്ത് എക്സിലുണ്ട്, വൈയിലാണെന്നുണ്ടെങ്കിൽ മൈലിൻ ഷീത്ത് ഇല്ലാത്ത ഒരു ന്യൂറോണാണ് അല്ലേ, അഥവാ നാഡീകോശം. ഇനി ചോദ്യം എ, ഇവയിൽ ഗ്രേ മാറ്ററിൽ ധാരാളമായി കാണപ്പെടുന്ന നാഡീകോശം ഏത്? അതായത് ഗ്രേ മാറ്റർ കൂടിയ നാഡീകോശം ഏത് എന്നാണ് ചോദ്യം. അതിൽ വേറെ ചോദ്യം കൂടെ, തെരഞ്ഞെടുപ്പിന് നിങ്ങൾ പരിഗണിച്ച സവിശേഷത എന്ത് അല്ലേ. അപ്പോൾ ആദ്യ ചോദ്യം നമുക്ക് നോക്കാം. ഗ്രേ മാറ്റർ കൂടുതലായിട്ട് കാണപ്പെടുന്ന വൈയിലായിരിക്കും, വൈയാണ്. കാരണം എന്താ, ഈ വൈയുടെ ആക്സോണിന് എന്തില്ല, മൈലിൻ ഷീത്ത് ഇല്ല അല്ലേ. അപ്പോൾ മൈലിൻ ഷീത്ത് ഇല്ലാത്ത ആക്സോണിൻ്റെ ഭാഗങ്ങളാണ് കൂടുതലായിട്ട് ഗ്രേ മാറ്റർ എന്ന് അറിയപ്പെടുക. ഓക്കെ, അപ്പോൾ ഉത്തരം വൈ, കാരണം മൈലിൻ ഷീത്ത് ഇല്ലാത്തത്. ഇനി ചോദ്യം ബി, ഏത് നാഡീകോശത്തിലാണ് ആവേഗങ്ങൾക്ക് വേഗത കൂടുതലുണ്ടാവുക? എന്തുകൊണ്ട്? ഈ ആവേഗങ്ങൾക്ക് വേഗത കൂടുതലുള്ളത് എക്സിലാണ്, എക്സിൽ. കാരണം മൈലിൻ ഷീത്ത് അല്ലേ എക്സിലുണ്ട്. അപ്പോൾ ആക്സോണിലൂടെയുള്ള ആവേഗങ്ങളുടെ വേഗത വർദ്ധിപ്പിക്കുക എന്ന ധർമ്മമാണ് മൈലിൻ ഷീത്തിനുള്ളത്. അപ്പോൾ മൈലിൻ ഷീത്ത് ഉള്ളത് കൊണ്ടാണ് എക്സിന് ആവേഗങ്ങളുടെ വേഗത കൂടുതലുള്ളത്. ഇനി ചോദ്യം 10, ചുവടെ നൽകിയിരിക്കുന്ന രോഗാവസ്ഥ വിശകലനം ചെയ്ത് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. രോഗാവസ്ഥ ഇതാണ്. ചുവന്ന രക്താണുക്കൾ അരിവാൾ പോലെ വളഞ്ഞു കാണപ്പെടുന്നു. ചുവന്ന രക്താണുക്കൾ അരിവാൾ പോലെ വളഞ്ഞു കാണപ്പെടുന്നു. ഇനി ഈ രോഗം ഏത് അല്ലേ? ചുവന്ന രക്താണുക്കൾ അരിവാൾ പോലെ വളഞ്ഞ രോഗം ഏതാണ്? സിക്കിൾ സെൽ അനീമിയ. അതിന് അരിവാൾ രോഗം എന്നും പറയും. ഇനി ചോദ്യം ബി, ഈ രോഗാവസ്ഥയിൽ ചുവന്ന രക്തകോശങ്ങളെ പോലെ മറ്റ് രക്തകോശങ്ങൾക്ക് ഘടനാപരമായ മാറ്റം സംഭവിക്കാത്തത് എന്തുകൊണ്ടാണ് അല്ലേ? അതായത് ചുവന്ന രക്തകോശങ്ങൾക്ക് മാത്രമാണ് ഈ ഘടനാപരമായ മാറ്റം സംഭവിക്കുന്നത്. അത് എന്തുകൊണ്ടാണെന്നാണ് ചോദ്യം. അപ്പോൾ എന്താ, ഈ ചുവന്ന രക്താണുക്കളിൽ മാത്രമാണ് ഹീമോഗ്ലോബിനുള്ളത് അല്ലേ. അപ്പോൾ ഹീമോഗ്ലോബിൻ്റെ ഘടനയിലാണ് മാറ്റം വരുന്നത്. അതുകൊണ്ടാണ് ചുവന്ന രക്തകോശങ്ങളിൽ മാത്രമാണ് ഈ ഘടനാപര മാറ്റം ഉണ്ടാകുന്നത്. അപ്പോൾ മറ്റുള്ള രക്തകോശങ്ങളിലൊന്നും എന്തില്ല, ഹീമോഗ്ലോബിനിലില്ല. അതായത് പ്ലേറ്റ്ലെറ്റ്, അതുപോലെ തന്നെ ശ്വേതരക്താണുക്കൾ അല്ലേ തുടങ്ങിയ രക്തകോശങ്ങളിലൊന്നും ഹീമോഗ്ലോബിന് ഇല്ലാത്തത് കൊണ്ടാണ് മറ്റുള്ള രക്തകോശങ്ങളെ ഈ രോഗം ബാധിക്കാത്തത്. ഓക്കെ, ഇനി ചോദ്യം 11, കാഴ്ച എന്ന അനുഭവവുമായി ബന്ധപ്പെട്ട ചിത്രീകരണം നിരീക്ഷിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ചിത്രീകരണം ഇതാണ്. ഇവിടെ പ്രതിബിംബം രൂപപ്പെടുന്ന ഒരു ചിത്രമാണ് അല്ലെ, ഒരു ഗ്ലാസ് ആണിത്. ആ ഗ്ലാസിൻ്റെ ഒരു തല കീഴായ ഒരു പ്രതിബിംബം അല്ലെ റെറ്റിനയിൽ അല്ലെങ്കിൽ ദൃഷ്ടിപടലത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതാണ് ചിത്രം. അപ്പോൾ പ്രതിബിംബം രൂപപ്പെടുന്ന വിധമാണ് ചിത്രം. ഇനി ചോദ്യം ഇതാണ് എ, എന്തുകൊണ്ടാണ് റെറ്റിനയിൽ ഇത്തരത്തിലുള്ള പ്രതിബിംബം രൂപപ്പെടുന്നത്? പ്രതിബിംബം അതായത് ഈ പ്രതിബിംബം ഇത് കടന്നു പോകുന്നത് ലെൻസിലൂടെയാണ്. കണ്ണിലേത് ലെൻസാണ്? കോൺവെക്സ് ലെൻസ് അല്ലേ. അപ്പോൾ കോൺവെക്സ് ലെൻസ് ഉള്ളത് കൊണ്ടാണ് ഈ പ്രതിബിംബം ചെറുതും അതുപോലെ തന്നെ തല കീഴായതുമായി കാണപ്പെടുന്നത് അല്ലേ. പ്രതിബിംബത്തിന് 3 പ്രത്യേകതയാണുള്ളത്. 1 യഥാർത്ഥത്തിലുള്ളത്, 2 ചെറുത്, 3 അതിൻ്റെ തല കീഴായ രൂപം. ഇനി അപ്പോൾ കോൺവെക്സ് ലെൻസാണ് അല്ലേ ആദ്യത്തെ ആൻസർ. ഇനി ചോദ്യം ബി, ഇത്തരം പ്രതിബിംബം രൂപപ്പെട്ടിട്ടും എങ്ങനെയാണ് നമുക്ക് ആ വസ്തുവിനെ യഥാർത്ഥ രൂപത്തിൽ കാണാൻ കഴിയുന്നത് അല്ലേ? നമ്മുടെ കണ്ണിൽ പ്രതിബിംബം ഉണ്ടാകുന്നത് ശരിക്കും ഈ രീതിയിലാണ്, എന്നാലും നമ്മൾ കാണുന്നത് അല്ലേ, നമുക്ക് കാഴ്ച യഥാർത്ഥത്തിലാണ് കാണുന്നത്. അതെങ്ങനെയാണ്? അപ്പോൾ എങ്ങനെയാണ്? സെറിബ്രത്തിലെ കാഴ്ചയുടെ ഭാഗം വസ്തുവിൻ്റെ യഥാർത്ഥ ദൃശ്യം ലഭ്യമാക്കുന്നു അല്ലെങ്കിൽ സാധ്യമാക്കുന്നു അല്ലേ. നമ്മുടെ കണ്ണിൽ നിന്ന് നേത്രനാഡി വഴി ആവേഗങ്ങൾ തലച്ചോറിലെ സെറിബ്രത്തിലെത്തുകയും സെറിബ്രത്തിലുള്ള കാഴ്ചയുടെ ഭാഗം വസ്തുവിൻ്റെ യഥാർത്ഥ ദൃശ്യം സാധ്യമാക്കുകയും ചെയ്യുകയാണ് അല്ലേ ചെയ്യുന്നത്. ഓക്കെ, ചോദ്യം 12, ചോദ്യം ഇതാണ്. രോഗങ്ങൾ സംബന്ധിച്ച് നൽകിയിരിക്കുന്ന ചിത്രീകരണം വിശകലനം ചെയ്ത് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക.
ആദ്യം കുറച്ച് രോഗങ്ങൾ തന്നിട്ടുണ്ട് അല്ലേ. കുളമ്പ് രോഗം, ഹെപ്പറ്റൈറ്റിസ്, മൊസൈക്ക് രോഗം. ഇവിടെ ആദ്യം പറയുന്നത് രോഗങ്ങളുടെ പൊതു സവിശേഷത, അത് 1 പൂരിപ്പിക്കാൻ. 2 സസ്യരോഗം ഏത്, മനുഷ്യനിലെ രോഗം ഏത്, 3. അപ്പോൾ ആദ്യ ചോദ്യം 1 പൂരിപ്പിക്കുക. 1 എന്തായിരുന്നു? രോഗങ്ങളുടെ പൊതുവായ സവിശേഷത. ഈ 3 രോഗങ്ങളും ഉണ്ടാക്കുന്നത് ആരാണ്? വൈറസാണ്, വൈറസ് രോഗങ്ങളാണ് അല്ലേ. അപ്പോൾ അതിൻ്റെ സവിശേഷത 3 വൈറസ് രോഗങ്ങളാണ്. ഇനി ചോദ്യം ബി, 2, 3 എന്നിവ തന്നിരിക്കുന്ന രോഗങ്ങളിൽ നിന്നും ഉചിതമായവ തിരഞ്ഞെടുത്ത് എഴുതുക. രണ്ടാമത്തെ എന്തായിരുന്നു? സസ്യരോഗം. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നതിൽ സസ്യരോഗം ഏതാണ്? മൊസൈക്ക് രോഗമാണ് അല്ലേ. മൊസൈക്ക് രോഗം ഏതൊക്കെ സസ്യങ്ങൾ ഇത് ബാധിക്കുക? ഒന്ന് മരച്ചീനി, അതുപോലെ തന്നെ പയർ അല്ലേ, പയർ ചെടി. പയറിലും മരച്ചീനിയിലുമാണ് ഈ മൊസൈക്ക് രോഗം ഉണ്ടാകുന്നത്. ഇലകളെയാണ് ബാധിക്കുക അല്ലേ. ഇനി ചോദ്യം അതിൽ മൂന്നാമത്തത് മനുഷ്യനിലെ രോഗം. ഇതിൽ മനുഷ്യനിലെ രോഗം ഏതാണ്? ഹെപ്പറ്റൈറ്റിസ് ആണ്, ഹെപ്പറ്റൈറ്റിസ് അഥവാ കരൾ വീക്കം അല്ലേ. ഓക്കെ. ഇനി ചോദ്യം 13. ഇതാണ്. വർണ്ണ വിവേചനത്തിനെതിരെയുള്ള പോസ്റ്റർ നിരീക്ഷിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. വർണ്ണ വിവേചനത്തിനെതിരെയുള്ള പോസ്റ്റർ നിരീക്ഷിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ഇതാണ് വർണ്ണ വിവേചനം അരുത്. നിറവ്യത്യാസത്തിന് കാരണം ത്വക്കിലെ വർണ്ണവസ്തുവിൻ്റെ ഉൽപ്പാദനത്തിലെ ഏറ്റക്കുറച്ചിലാണ്. ത്വക്കിൻ്റെ നിറവ്യത്യാസം വർഗപരമല്ല. ജീവശാസ്ത്രപരമായി നമ്മളെല്ലാം ഒരേ വർഗമാണ് അല്ലേ. അപ്പോൾ കുറച്ച് പ്രസ്താവനകളാണ് തന്നിട്ടുള്ളത്. ഇനി ചോദ്യം നോക്കാം. പോസ്റ്ററിൽ സൂചിപ്പിച്ചിരിക്കുന്ന വർണ്ണവസ്തു ഏത് അല്ലേ? ഈ ഉത്തരം മെലാനിൻ. മെലാനിൻ്റെ കൂടുതൽ കുറവാണ് അല്ലേ ആളുകളുടെ നിറവ്യത്യാസത്തിന് കാരണം. അപ്പോൾ ഉത്തരം മെലാനിൻ. ചോദ്യം 2. ഈ വർണ്ണവസ്തുവിൻ്റെ ഉൽപ്പാദനത്തിൽ ഏറ്റക്കുറച്ചിൽ സംഭവിക്കുന്നത് എന്തുകൊണ്ട്? അപ്പോൾ എന്താണ് ചോദ്യം? ഈ വർണ്ണവസ്തുവിൻ്റെ ഉൽപ്പാദനത്തിൽ ഏറ്റക്കുറച്ചിൽ സംഭവിക്കുന്നത് എന്തുകൊണ്ട് എന്നാണ് ചോദ്യം. അപ്പോൾ ഉത്തരം മെലാനിൻ ഉൽപ്പാദക ജീനുകളുടെ അലീലുകളുടെ പ്രവർത്തനത്തിലുള്ള വ്യത്യാസം. മെലാനിൻ ഉൽപ്പാദക ജീനുകളുടെ അലീലുകളുടെ പ്രവർത്തനത്തിലുള്ള വ്യത്യാസമാണ് ഈ മെലാനിൻ്റെ അളവ് കൂടാനും കുറയാനും കാരണം. ഓക്കെ. അടുത്ത ചോദ്യം. ചോദ്യം 14. ചോദ്യം ഇതാണ്. നൽകിയിരിക്കുന്ന തെളിവുകളിൽ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുത്ത് അതെങ്ങനെ പരിണാമത്തെ സാധൂകരിക്കുന്നു എന്ന് വിശദീകരിക്കുക. 2 തെളിവ് നമുക്ക് തന്നിട്ടുണ്ട്. 1 ഫോസിൽ പഠനം, 2 ജൈവ രസതന്ത്രവും ശരീരധർമ്മശാസ്ത്രവും. അപ്പോൾ നമുക്ക് ആദ്യം ഫോസിൽ അല്ലേ. ഈ ഫോസിൽ നൽകുന്ന തെളിവുകൾ എന്തൊക്കെയാണ് പരിണാമത്തിന്? 1 പുരാതന ഫോസിലുകൾക്ക് ലളിതഘടന, അതുപോലെ അടുത്ത കാലത്തുണ്ടായ ഫോസിലുകൾക്ക് സങ്കീർണ ഘടന, അതുപോലെ മറ്റൊന്ന് ഇതുപ്രകാരം ശരിക്ക് ലളിതഘടനയുള്ളവയിൽ നിന്ന് കൂടുതൽ സങ്കീർണ ഘടനയുള്ള ജീവികൾ ഉണ്ടായി എന്ന് പറയാം അല്ലേ. പിന്നെ കൂടാതെ മറ്റ് ചില ഫോസിലുകൾ 2 വിഭാഗം ജീവികളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഇങ്ങനെ 3 തെളിവുകളാണ് ഫോസിൽ വഴി കിട്ടിയിട്ടുള്ളത്. പുരാതന ജീവികൾക്ക് ലളിതഘടന, അടുത്ത കാലത്തുണ്ടായതിന് സങ്കീർണ ഘടന, അതുപോലെ മറ്റൊരു തെളിവ് എന്താ? ചില ഫോസിലുകൾ 2 വിഭാഗം ജീവികളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു എന്നും പറയുന്നു അല്ലേ, ഫോസിൽ രേഖകൾ. ഇനി രണ്ടാമത്തെ എന്തായിരുന്നു? ജൈവരസതന്ത്രവും ശരീരധർമ്മശാസ്ത്രവും എന്തെല്ലാം തെളിവുകളാണ് നൽകുന്നത്? അത് എൻസൈമുകൾ അടങ്ങിയ രാസപ്രവർത്തനം, അതുപോലെ തന്നെ ATP അല്ലേ, ഊർജ്ജ സംഭരണം നടക്കുന്നത് ATP തന്മാത്രകൾ വെച്ചിട്ടാണ്. അതുപോലെ പാരമ്പര്യവാഹകരാണ് ജീനുകൾ. അപ്പോൾ ഇതെല്ലാം പറയുന്നത് അല്ലെങ്കിൽ കാണിക്കുന്നത് എല്ലാ ജീവികൾക്കും ഒരു പൊതു പൂർവികൻ ഉണ്ടെന്നുള്ള നിഗമനത്തിലേക്കാണ് അല്ലേ. അതായത് എല്ലാ ജീവികളിലും നടക്കുന്ന ചില പ്രവർത്തനങ്ങൾ ഏകദേശം ഒരുപോലെയാണ്. അതായത് ബാക്ടീരിയ മുതൽ മനുഷ്യൻ വരെയുള്ള ജീവികൾ നടക്കുന്നത്
പ്രവർത്തനങ്ങൾ. ഇപ്പോൾ എൻസൈമുകളാണ് രാസപ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നത്. കോശങ്ങളിലുള്ള രാസപ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നത് എൻസൈമുകളാണ്. അതുപോലെ തന്നെ ഊർജ്ജ സംഭരണം നടക്കുന്നത് ATPയിലാണ്, ATP തന്മാത്രകളിൽ. പിന്നെ പാരമ്പര്യ ഘടകങ്ങൾ ജീനുകൾ വഴിയാണ് ഉണ്ടാകുന്നത്. ഇതൊക്കെ ബാക്ടീരിയ മുതൽ മനുഷ്യൻ വരെയുള്ള ജീവികളിലൊക്കെ ഒരുപോലെയാണ് നടക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് എത്തുന്ന നിഗമനം എന്താണ്? എല്ലാ ജീവികൾക്കും ഒരു പൊതു പൂർവികൻ ഉണ്ടെന്നുള്ളതാണ്. ഓക്കെ, ചോദ്യം 15. പ്രോട്ടീൻ നിർമ്മാണത്തെക്കുറിച്ച് 3 കുട്ടികളുടെ അഭിപ്രായങ്ങൾ നൽകിയിരിക്കുന്നത് വിശകലനം ചെയ്ത് ചോദ്യത്തിന് ഉത്തരം എഴുതുക. അപ്പോൾ പ്രോട്ടീൻ നിർമ്മാണത്തെക്കുറിച്ച് 3 കുട്ടികൾക്കുള്ള അഭിപ്രായങ്ങളാണ് താഴെ കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഉത്തരം എഴുതുക. ഒന്നാമത്തെ കുട്ടി പറയുന്നത് പ്രോട്ടീൻ നിർമ്മാണം കോശദ്രവ്യത്തിൽ ആരംഭിച്ച് ന്യൂക്ലിയസിൽ അവസാനിക്കുന്നു. കുട്ടി 2, പ്രോട്ടീൻ നിർമ്മാണം ന്യൂക്ലിയസിൽ ആരംഭിച്ച് കോശദ്രവ്യത്തിൽ അവസാനിക്കുന്നു. കുട്ടി 3, പ്രോട്ടീൻ നിർമ്മാണത്തിൻ്റെ മുഴുവൻ പ്രക്രിയകളും ന്യൂക്ലിയസിലാണ് നടക്കുന്നത്. ഇനി ചോദ്യം, ആരുടെ അഭിപ്രായമാണ് ശരി, എന്തുകൊണ്ടെന്ന് വിശദീകരിക്കുക. ഇവിടെ കുട്ടി 2 അല്ലേ, രണ്ടാമത്തെ കുട്ടി പറഞ്ഞതാണ് ശരി. അതായത് പ്രോട്ടീൻ നിർമ്മാണം ന്യൂക്ലിയസിൽ ആരംഭിച്ച് കോശദ്രവ്യത്തിൽ അവസാനിക്കുന്നു. ഇനി അത് വിശദീകരിക്കുക, എന്തുകൊണ്ടെന്ന് വിശദീകരിക്കുക. എന്താ? ന്യൂക്ലിയസിലെ DNA-യിൽ നിന്നാണ് mRNA രൂപപ്പെടുന്നത്. ഈ mRNA കോശദ്രവ്യത്തിലെ റൈബോസോമിൽ എത്തിയാണ് പ്രോട്ടീൻ നിർമ്മാണം നടത്തുന്നത് അല്ലേ. അതൊന്നും കൂടെ വിശദമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ന്യൂക്ലിയസിലുള്ള ഒരു കോശത്തിൻ്റെ ന്യൂക്ലിയസിലുള്ള DNA-യിൽ നിന്ന് ആ DNA-യുടെ സ്വന്തം അല്ലേ, DNA-ക്ക് 2 ഇഴകളുണ്ട്, നെടിയ ഇഴകളുണ്ട്. ആ ഇഴകളിൽ നിന്ന് ആദ്യം mRNA ഉണ്ടാകും. mRNA ന്യൂക്ലിയസിൻ്റെ പുറത്ത് വന്നിട്ട് കോശദ്രവ്യത്തിൽ കാണപ്പെടുന്ന റൈബോസോമുകളിലെത്തിയിട്ട് അവിടെയുള്ള വ്യത്യസ്ത അമിനോ ആസിഡുകളെ അല്ലേ mRNA-യുടെ നിർദ്ദേശമനുസരിച്ച് tRNA-യും അതുപോലെ തന്നെ rRNA-യും എല്ലാം കൂടെ കൂടിച്ചേർന്നാണ് ഈ അമിനോ ആസിഡുകളെ പ്രോട്ടീനാക്കി മാറ്റുന്നത്. ഓക്കെ, അപ്പോൾ പ്രോട്ടീൻ നിർമ്മാണം നടക്കുന്നത് റൈബോസോമുകളിൽ വെച്ചിട്ടാണ്. ഈ mRNA രൂപപ്പെടുന്നത് എവിടെ വെച്ചിട്ടാണ്? ന്യൂക്ലിയസിലാണ്. അത് പിന്നീട് പുറത്തേക്ക് വരും. ഓക്കെ, ചോദ്യം 16. ബോക്സിൽ നൽകിയിരിക്കുന്ന വിവരങ്ങളിൽ നിന്നും ഉചിതമായവ തിരഞ്ഞെടുത്ത് രുചി എന്ന അനുഭവവുമായി ബന്ധപ്പെട്ട ഫ്ലോ ചാർട്ട് തയ്യാറാക്കുക. അപ്പോൾ ചോദ്യം ഇതാണ്. കുറച്ച് പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. രുചിയുമായി ബന്ധപ്പെട്ട ഫ്ലോ ചാർട്ട് തയ്യാറാക്കുക അല്ലേ. അപ്പോൾ ഇവിടെ ആദ്യം വരുന്നത് രുചിക്ക് കാരണമാകുന്ന വസ്തുക്കൾ ഉമിനീരിൽ ലയിക്കുന്നു. ഓക്കെ, പിന്നീട് 2 സ്വാദുമുകുളങ്ങളിലെത്തുന്നു. 3 രാസഗ്രാഹികൾ ഉദ്ദീപിക്കപ്പെടുന്നു. 4 ആവേഗങ്ങൾ ഉണ്ടാകുന്നു. 5 ആവേഗങ്ങൾ സെറിബ്രത്തിലെത്തുന്നു. 6 രുചി എന്ന അനുഭവം അല്ലേ. അപ്പോൾ നമുക്ക് തന്നിട്ടുണ്ട്, മറ്റുള്ളതൊന്നും നമുക്ക് ആവശ്യമില്ല. അപ്പോൾ ആവശ്യമുള്ളത് മാത്രമാണ് ശ്രദ്ധിക്കേണ്ടത്. നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കിയിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ. ഓക്കെ, ഇനി ചോദ്യം 17. സസ്യങ്ങളിലെ ചില പ്രതിരോധ സംവിധാനങ്ങൾ ചുവടെ നൽകിയിരിക്കുന്നു. 1 കാലോസ്, 2 ക്യൂട്ടിക്കിൾ, 3 പുറംതൊലി. ഇവ ഓരോന്നും പ്രതിരോധത്തിന് സഹായിക്കുന്നത് എങ്ങനെ? 1 കാലോസ്. കാലോസിൻ്റെ പ്രവർത്തനം എന്താ? കോശഭിത്തി മറികടന്നെത്തുന്ന രോഗാണുക്കളെ കോശസ്ഥലത്തിനുള്ളിലേക്ക് എത്താതെ നോക്കുന്നു അല്ലേ. കോശസ്ഥലത്തിനകത്തേക്ക് പ്രവേശിപ്പിക്കാതെ നോക്കുന്നത് കാലോസാണ്. ഇനി ക്യൂട്ടിക്കിൾ ഇലകളിലാണ്. ഇലകളിലൂടെയുള്ള രോഗാണു പ്രവേശനം തടയുന്നു ക്യൂട്ടിക്കിൾ. അതുപോലെ പുറംതൊലി ഉള്ളിലെ കോശങ്ങളെ സംരക്ഷിക്കുന്നു അല്ലേ. പുറത്തുനിന്ന് ഉള്ളിലേക്ക് രോഗാണുക്കൾ പ്രവേശിക്കാതെ സംരക്ഷിക്കുക. ഉള്ളിലുള്ള കോശങ്ങളെ സംരക്ഷിക്കുന്നത് പുറംതൊലിയാണ്. ഓക്കെ, ഇനി ചോദ്യം 18. കോളം 18 മാച്ച് ദി ഫോളോയിങ് ആണ്, ചേരുംപടിയാണ്. കോളം എക്ക് അനുസരിച്ച് ബി സി കോളങ്ങൾ ക്രമീകരിച്ചെഴുതുക. എ കോളം രോഗം, ബി കോളം രോഗകാരി, സി കോളം പകരുന്ന വിധം. ഇവിടെ എ കോളത്തിൽ മന്ത്,
വട്ടച്ചൊറി, മലമ്പനി. നമുക്ക് ആദ്യം മന്ത്. ഈ മന്തിൻ്റെ രോഗകാരി എന്ന് പറയുന്നത് ആരാണ്? ഫൈലേറിയൽ വിരയാണ് അല്ലേ? ഫൈലേറിയൽ വിര. അപ്പോൾ സി കോളം എങ്ങനെ എഴുതേണ്ടത്? ക്യൂലെക്സ് കൊതുക്. അപ്പോൾ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എ കോളം നിങ്ങൾ അതുപോലെ എഴുതണം. എ കോളം ആദ്യം മന്ത്, മന്തിൻ്റെ നേരെ ഏതെഴുതണം? ഫൈലേറിയൽ വിര. അതുപോലെ തന്നെ ഫൈലേറിയൽ വിരക്ക് നേരെ ആദ്യ കോളത്തിൽ തന്നെ ഏതെഴുതേണ്ടത്? ക്യൂലെക്സ് കൊതുകിലൂടെ പകരുന്നത് ക്യൂലെക്സ് കൊതുകിലൂടെയാണ് പകരുന്നത്. ഇനി രണ്ടാമത്തത് വട്ടച്ചൊറി. വട്ടച്ചൊറി ഉണ്ടാക്കുന്ന രോഗകാരിയാണ് ഫംഗസ്. അപ്പോൾ വട്ടച്ചൊറിക്ക് നേരെ ഫംഗസ് എന്ന് എഴുതാം. അടുത്ത കോളത്തിൽ അത് പകരുന്നത് സമ്പർക്കത്തിലൂടെ. ഓക്കെ. ഇനി മൂന്നാമത്തത് മലമ്പനി. മലമ്പനി ഉണ്ടാക്കുന്ന രോഗകാരിയാണ് പ്രോട്ടോസോവ അല്ലേ? പ്രോട്ടോസോവ പകരുന്നത് എങ്ങനെയാണ്? അനോഫിലിസ് പെൺകൊതുകിലൂടെ. ഓക്കെ. അപ്പോൾ ആദ്യം മലമ്പനി എന്ന് എഴുതാം, അതിന് നേരെ പ്രോട്ടോസോവ എന്ന് എഴുതാം, പിന്നീട് മൂന്നാമത്തെ കോളത്തിൽ അതിന് നേരെ എന്തെഴുതേണ്ടത്? അനോഫിലിസ് പെൺകൊതുകുകൾ അല്ലേ? 3 കോളങ്ങൾ മാത്രം പൂരിപ്പിച്ചാൽ മതി. ഓക്കെ. ഇനി ചോദ്യം 19. ചിത്രീകരണം വിശകലനം ചെയ്ത് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ഇവിടെ 2 ബോക്സ്. ഒന്നാമത്തെ ബോക്സിൽ ഉദാഹരണമാണ്. ഒരു ഉദാഹരണം നമുക്ക് തന്നിട്ടുണ്ട്, ബോംബിക്കോൾ എന്ന് അല്ലേ? ഇനി രണ്ടാമത്തെ കോളം ധർമ്മമാണ്. ഒരു ധർമ്മം തന്നു, ഇണയെ ആകർഷിക്കൽ. ഇനി ഇത് എക്സ് എന്ന് കൊടുത്തിട്ടുണ്ട്, എക്സ് അല്ലേ? അപ്പോൾ എക്സ് ആണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ ഇവിടെ ചോദ്യം എക്സ് എന്ന് സൂചിപ്പിച്ചിരിക്കുന്ന രാസവസ്തു ഏത്? അപ്പോൾ എക്സിന് ഉദാഹരണം കൊടുത്തിട്ടുണ്ട്, എക്സിൻ്റെ ധർമ്മങ്ങൾ കൊടുത്തിട്ടുണ്ട്. എന്താണ് എക്സ് എന്ന് നമുക്ക് എഴുതണം അല്ലേ? എക്സ് എന്ന് സൂചിപ്പിച്ചിരിക്കുന്ന രാസവസ്തു ഏതാണ്? നമുക്കറിയാം അല്ലേ? ഫിറമോണാണ് ഉത്തരം. ഫിറമോൺ. ഇനി 1, 2, 3, 4 പൂരിപ്പിക്കുക. 1, 2 ഈ ഫിറമോണിന് ഉദാഹരണം. 1 ബോംബിക്കോളാണ്, പിന്നെ അതിന് 2 എണ്ണം സിവറ്റോൺ, അതുപോലെ തന്നെ കസ്തൂരി അല്ലെങ്കിൽ മസ്കോൺ എന്നും പറയാം അല്ലേ? 2 ഉദാഹരണങ്ങൾ. ഇനി ധർമ്മങ്ങൾ എന്തൊക്കെയാണ്? 1 ഇണയെ ആകർഷിക്കൽ, വേറൊന്ന് 2 ഭക്ഷണ ലഭ്യത അറിയാൻ, അതുപോലെ തന്നെ സഞ്ചാരപാത നിർണ്ണയിക്കാൻ, മറ്റൊന്ന് അപായ സൂചന അല്ലേ മനസ്സിലാക്കാൻ, വഴി മനസ്സിലാക്കാൻ, ഇങ്ങനെയുള്ള ഒരുപാട് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഫിറമോൺ വ്യവസ്ഥ ചില സൂക്ഷ്മജീവികൾ, അതായത് ചിതൽ, അതുപോലെ തന്നെ ഉറുമ്പ് തുടങ്ങിയ ജീവികളിലാണ് കൂടുതലായും ഈ ഫിറമോൺ വ്യവസ്ഥ നടക്കുന്നത്. ഓക്കെ. ഇനി ചോദ്യം 20. ചോദ്യം ഇതാണ്: ജനിതക എഞ്ചിനീയറിംഗിലൂടെ മനുഷ്യ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നതിൻ്റെ ഘട്ടങ്ങൾ വിശകലനം ചെയ്ത് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ഘട്ടം 1. മനുഷ്യൻ്റെ DNA-യിൽ നിന്ന് ഇൻസുലിൻ ഉൽപ്പാദക ജീനിനെ മുറിച്ചെടുക്കുന്നു. ഘട്ടം 2. ഇൻസുലിൻ ഉൽപ്പാദക ജീനിനെ പ്ലാസ്മിഡിലേക്ക് കൂട്ടിച്ചേർക്കുന്നു. ഘട്ടം 3. ഇൻസുലിൻ ജീൻ കൂട്ടിച്ചേർത്ത പ്ലാസ്മിഡ് ബാക്ടീരിയ കോശത്തിൽ നിക്ഷേപിക്കുന്നു. ഘട്ടം 4. വളർച്ചാ മാധ്യമത്തിൽ ബാക്ടീരിയകൾ പെരുകുന്നു. ഇനി ചോദ്യത്തിലേക്ക് കിടക്കാൻ. ചോദ്യം എ ആണ്. ഘട്ടം 1-ലും 2-ലും ഉപയോഗിക്കുന്ന എൻസൈമുകളുടെ പേരെഴുതുക. അപ്പോൾ ഘട്ടം 1 എന്താ? മനുഷ്യൻ്റെ DNA-യിൽ നിന്ന് ഇൻസുലിൻ ഉൽപ്പാദക ജീനിനെ മുറിച്ചെടുക്കുന്നു. അപ്പോൾ ഈ ജീനുകളെ മുറിച്ചെടുക്കാൻ ഉപയോഗിക്കുന്ന എൻസൈം അല്ലേ? ജീനുകളെ മുറിക്കാൻ ഉപയോഗിക്കുന്ന എൻസൈമിൻ്റെ പേരാണ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് അല്ലേ? അഥവാ ജനിതക കത്രിക എന്നും വിളിക്കാറുണ്ട്. അതാണ് ഘട്ടം 1-ലെ ആൻസർ. ഇനി ഘട്ടം 2 എന്തായിരുന്നു? ഇൻസുലിൻ ഉൽപ്പാദക ജീനിനെ പ്ലാസ്മിഡിലേക്ക് കൂട്ടിച്ചേർക്കുന്നു അല്ലേ? അപ്പോൾ കൂട്ടിച്ചേർക്കാൻ അല്ലേ, അല്ലെങ്കിൽ വിളക്കി ചേർക്കാൻ ഉപയോഗിക്കുന്ന ഇൻസുലിനാണ് ഏത്? ലിഗേഴ്സ് അല്ലെങ്കിൽ ജനിതക പശ എന്നും പറയാറുണ്ട്. ഇനി ചോദ്യം ബി. ഈ പ്രക്രിയയിൽ പ്ലാസ്മിഡിൻ്റെ പങ്ക് എന്ത്? പ്ലാസ്മിഡിൻ്റെ പങ്ക് എന്താ? ബാക്ടീരിയയിലേക്ക് ജീൻ എത്തിക്കുന്ന വാഹകരായി പ്രവർത്തിക്കുന്നത് പ്ലാസ്മിഡാണ് അല്ലേ? ഈ ബാക്ടീരിയകളുടെ DNA-കളെയാണ് പൊതുവെ പ്ലാസ്മിഡ് എന്ന് വിളിക്കുക. വൃത്താകൃതിയാണ് അതിനുള്ളത്. അപ്പോൾ ബാക്ടീരിയയിലേക്ക് ജീനിനെ എത്തിക്കുന്ന വാഹകരായി പ്രവർത്തിക്കുന്നത് പ്ലാസ്മിഡാണ്. ചോദ്യം സി. ഈ ബാക്ടീരിയയുടെ തുടർന്നുള്ള തലമുറകൾക്ക് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവുണ്ടാകുമോ?
എന്തുകൊണ്ട്? അപ്പോൾ കഴിവുണ്ടാകുമോ, ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവുണ്ടാകുമോ എന്ന് ചോദിച്ചാൽ കഴിയും. എന്താ കാരണം? ഇതിൽ ഇൻസുലിൻ നിർമ്മാണത്തിനുള്ള ജീനുകളുണ്ട് അല്ലേ, ആ ജീൻ അതിലേക്ക് കൂട്ടിച്ചേർത്തു. അപ്പോൾ പിന്നെ എന്തായാലും അതിന് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവ് ഉണ്ടാകും. ഓക്കെ, ഇനി ചോദ്യം 21. ഇരുപത്തിയൊന്നാമത്തെ ചോദ്യം ഇതാണ്. പട്ടിക വിശകലനം ചെയ്ത് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. അപ്പോൾ ഇവിടെ രണ്ട് വ്യക്തികൾ XY, രക്തഗ്രൂപ്പ്, ആൻറ്റിജനുകൾ, ആൻറ്റിബോഡികൾ അല്ലേ. അപ്പോൾ X എന്ന വ്യക്തിയുടെ രക്തഗ്രൂപ്പ് നമുക്ക് തന്നിട്ടില്ല, പൂരിപ്പിക്കാനുള്ളതാണ്. പക്ഷേ അതിലുള്ള ആൻറ്റിജനുകൾ Bയും Dയും എന്നിട്ടുണ്ട് അല്ലേ. സാധാരണ ആൻറ്റിജൻ A ആൻറ്റിജൻ ഉണ്ട്, B ആൻറ്റിജൻ ഉണ്ട് അല്ലേ, അതുപോലെ തന്നെ D ഉണ്ട്. അപ്പോൾ ഇവിടെ ആൻറ്റിജൻ B ഉണ്ടെങ്കിൽ അതെന്താ, B ഗ്രൂപ്പാണ്. B ഗ്രൂപ്പുള്ള ആൻറ്റിജൻ B ഗ്രൂപ്പായിരിക്കും. ഇനി D ആൻറ്റിജൻ ഉണ്ടെങ്കിൽ അത് പോസിറ്റീവ് ഗ്രൂപ്പാണ് അല്ലേ. അപ്പോൾ ഉത്തരം വരുന്നത് എന്താ, ഒന്നാമത്തത് ആൻറ്റിജനുകൾ Bയും Dയും ഉണ്ടെങ്കിൽ അത് B പോസിറ്റീവ്. ഈ ആൻറ്റിജൻ D ഉണ്ടെങ്കിൽ പോസിറ്റീവ്, ഇല്ലെങ്കിലോ അത് നെഗറ്റീവ് ഗ്രൂപ്പുമാണ്. ആൻറ്റിജൻ Dയുടെ മറ്റൊരു പേരാണ് RH ഘടകം. ഓക്കെ, ഇനി ഈ B ഗ്രൂപ്പിലുള്ള ആൻറ്റിബോഡി ഏതാ, അത് രണ്ടാമത് പൂരിപ്പിക്കാൻ ആൻറ്റിബോഡി A, ചെറിയക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കുക അല്ലേ, ആൻറ്റിബോഡി A ആണ്. ഇനി വ്യക്തി Y എന്ന ആളുടെ രക്തഗ്രൂപ്പ് ഏതാണ്, O നെഗറ്റീവാണ്, O നെഗറ്റീവ്. അപ്പോൾ ഇവിടെ ആൻറ്റിജനുകൾ അല്ലേ, ഈ O ഗ്രൂപ്പിൽ ആൻറ്റിജൻ ഇല്ല, O ഗ്രൂപ്പിൽ. ഇനി ആൻറ്റിബോഡി ഏതൊക്കെയാണ്, O എന്ന ഗ്രൂപ്പിലുള്ള ആൻറ്റിബോഡികൾ Aയും Bയുമാണ്. അപ്പോൾ A, B. ഓക്കെ, അപ്പോൾ അത് A നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലേ. ഇനി Y എന്ന വ്യക്തിക്ക് X എന്ന വ്യക്തിയിൽ നിന്ന് രക്തം സ്വീകരിക്കാൻ കഴിയുമോ, എന്തുകൊണ്ട് അല്ലേ. Y എന്ന വ്യക്തിയുടെ രക്തഗ്രൂപ്പ് ഏതാണ്, O നെഗറ്റീവ് ഗ്രൂപ്പാണ് അല്ലേ. O എന്ന ആൾക്ക് Xൽ നിന്ന്, അതായത് B പോസിറ്റീവിൽ നിന്ന് രക്തം സ്വീകരിക്കാൻ പറ്റുമോ എന്നാണ് ചോദ്യം അല്ലേ. എന്തായാലും സ്വീകരിക്കാൻ പറ്റില്ല, സ്വീകരിക്കാനാവില്ല. എന്താ കാരണം, BD ആൻറ്റിജനുകൾ അല്ലേ, സ്വീകർത്താവിലെ ഈ B പോസിറ്റീവ് രക്തം സ്വീകരിച്ചു കഴിഞ്ഞാൽ BD ആൻറ്റിജനുകൾ സ്വീകർത്താവിലെ ആൻറ്റിബോഡിയുമായി പ്രതിപ്രവർത്തിച്ച് രക്തം കട്ട പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അതായത് വ്യത്യസ്ത രക്തഗ്രൂപ്പുകൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ സ്വീകരിക്കുന്ന ആളിൻ്റെ രക്തത്തിലുള്ള ആൻറ്റിബോഡിയുമായി ആൻറ്റിജൻ അല്ലേ, സ്വീകരിക്കുന്ന ആളിൻ്റെ ആൻറ്റിബോഡിയുമായി മറ്റതിലുള്ള ആൻറ്റിജൻ അല്ലേ, സ്വീകരിക്കുന്ന ആളിൻ്റെ ആൻറ്റിജനുകൾ പ്രതിപ്രവർത്തിച്ച് ഒരുപക്ഷെ രക്തം കട്ട പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അതിനെയാണ് അഗ്ലൂട്ടിനേഷൻ എന്ന് പറയാം, രക്തം കട്ട പിടിക്കാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ഇനി ചോദ്യം 22. ചിത്രം പകർത്തി വരച്ച് ചുവടെ നൽകിയിരിക്കുന്ന ഭാഗങ്ങൾ തിരിച്ചറിഞ്ഞ് പേരെഴുതി അടയാളപ്പെടുത്തുക. നമുക്കറിയാം മസ്തിഷ്കം അല്ലെങ്കിൽ തലച്ചോറിൻ്റെ ചിത്രമാണ് തന്നിട്ടുള്ളത് അല്ലേ. ചോദ്യങ്ങൾ നോക്കാം. ആദ്യ ചോദ്യം, അപ്പോൾ ചിത്രം പകർത്തി വരയ്ക്കുന്നതിന് 1 മാർക്കാണ്, ആകെ 4 മാർക്കാണ്. 1 വരയ്ക്കുന്നതിനും ബാക്കി 3 ഭാഗങ്ങൾ അടയാളപ്പെടുത്തുന്നതിനും അല്ലേ, 3 മാർക്ക്. ചോദ്യം A, അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ഭാഗം. അനൈച്ഛിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നത് മെഡുല ഒബ്ലോംഗേറ്റയാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് മെഡുല ഒബ്ലോംഗേറ്റ ഇങ്ങനെ മാർക്ക് ചെയ്യുക, എന്നിട്ട് A എന്ന് ബ്രാക്കറ്റിൽ കൊടുക്കുക, മെഡുല ഒബ്ലോംഗേറ്റ എഴുതി വെക്കുക. ഇനി B, ഇന്ദ്രിയാനുഭവങ്ങൾ ഉളവാക്കുന്ന ഭാഗം. ഇന്ദ്രിയാനുഭവങ്ങൾ അല്ലേ, അതായത് കാഴ്ച, രുചി, മണം, കേൾവി, നമ്മുടെ ഇന്ദ്രിയങ്ങളായിട്ടുള്ള കണ്ണ്, ചെവി, മൂക്ക്, നാക്ക്, ത്വക്ക്, അതിനൊക്കെയുള്ള അനുഭവങ്ങളാണ്. ഇതുണ്ടാക്കി തരുന്നത് ആരാണ്, സെറിബ്രാണ്. സെറിബ്രം അല്ലേ, സെറിബ്രം എവിടെ വരുന്നത്, ഏറ്റവും വലിയ ഭാഗമാണ് സെറിബ്രം അല്ലേ. അപ്പോൾ സെറിബ്രം മാർക്ക് ചെയ്യുക, എന്നിട്ട് B ചോദ്യമാണ്, B ബ്രാക്കറ്റിൽ കൊടുക്കുക, സെറിബ്രം എന്ന് എഴുതുക. ഇനി C, വെസ്റ്റിബുലാർ നാഡിയിൽ നിന്നും സന്ദേശം സ്വീകരിക്കുന്ന ഭാഗം അല്ലേ. വെസ്റ്റിബുലാർ നാഡിയിൽ നിന്ന് സന്ദേശങ്ങളെ സ്വീകരിക്കുന്ന സെറിബെല്ലമാണ്. സെറിബെല്ലമാണ് ശരീരത്തിൻ്റെ തുലനനില പാലിക്കുന്നത് അല്ലേ. അപ്പോൾ സെറിബെല്ലം മാർക്ക് ചെയ്യുക, C എന്ന് അടയാളപ്പെടുത്തുക, സെറിബെല്ലം അല്ലേ എഴുതുക. ഓക്കെ, ഇനി അടുത്ത ചോദ്യം, അവസാന ചോദ്യം.
ചോദ്യം 23. എക്സ് വൈ എന്നീ കോശങ്ങളിലെ ഹോർമോൺ പ്രവർത്തനം സൂചിപ്പിക്കുന്ന ചിത്രീകരണം നിരീക്ഷിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. അപ്പോൾ 2 കോശങ്ങളുണ്ട്. ഇത് എക്സ് കോശമാണ്, ഇത് വൈ കോശമാണ് അല്ലേ. ഈ കോശത്തിലുള്ള കോശം എന്നാണ്. അതുപോലെ ഗ്രാഹി, കോശത്തിനുള്ളിൽ ഗ്രാഹി ഉണ്ട്. അതുപോലെ തന്നെ ഈ രക്തത്തിലൂടെ ഹോർമോണുകൾ അല്ലേ പോകുന്നതും കാണിച്ചിട്ടുണ്ട്. ഹോർമോണുകളാണ് ഈ കാണുന്നതൊക്കെ. ഇനി നമുക്ക് ആദ്യ ചോദ്യം ചോദ്യം എ ആണ്. സൂചിപ്പിച്ചിരിക്കുന്ന ഹോർമോണിൻ്റെ ലക്ഷ്യകോശം ഏത്, എന്തുകൊണ്ട് അല്ലേ. നമുക്കറിയാം ഈ ഹോർമോൺ പോകുന്നത് എക്സ് എന്ന കോശത്തിലേക്കാണ് അല്ലേ. എന്തായാലും മുകളിലാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ അത് പോകുന്നത് എക്സിലേക്കാണ്, എക്സ് ആണ് അല്ലേ. ഈ കോശത്തിലേക്കാണ് ഹോർമോൺ അല്ലേ. അതായത് ഇനിയൊരു ചോദ്യം കൊണ്ട് എന്തുകൊണ്ട് എന്നാണ്. അപ്പോൾ ഈ ഹോർമോണിനെ സ്വീകരിക്കാൻ ശരിക്കും എക്സ് എന്ന കോശത്തിലാണ് ഗ്രാഹ്യമുള്ളത് അല്ലേ. അതായത് എല്ലാ കോശങ്ങൾക്കും എല്ലാ ഹോർമോണിനും സ്വീകരിക്കാൻ കഴിയില്ല അല്ലേ. ഹോർമോണിനെ സ്വീകരിക്കാൻ പ്രത്യേകം ഗ്രാഹികൾ ഉണ്ടാകും. ആ കോശങ്ങൾ മാത്രമാണ് ഹോർമോണിനെ സ്വീകരിക്കുക. അപ്പോൾ ഈ ഹോർമോണിനെ സ്വീകരിക്കാൻ എക്സിലാണ് ഗ്രാഹിയുള്ളത് അല്ലേ. അതുകൊണ്ടാണ്. ഇനി ഇവിടുത്തെ ചോദ്യം ബി. ഈ ഹോർമോൺ കോശപ്രവർത്തനത്തിൽ മാറ്റം വരുത്തുന്നത് എങ്ങനെ? ഈ ഹോർമോൺ കോശപ്രവർത്തനങ്ങളിൽ മാറ്റം വരുത്തുന്നത് എങ്ങനെ എന്നാണ് ചോദ്യം. അപ്പോൾ അതിൻ്റെ ആൻസർ ഇതാണ്. അതായത് ഈ ഹോർമോൺ കോശങ്ങളിലേക്കെത്തി ഗ്രാഹികൾ ഹോർമോണിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ എന്തായിട്ട് മാറും? ഹോർമോൺ ഗ്രാഹി സംയുക്തം രൂപപ്പെടും അല്ലേ. അതിനുശേഷം കോശത്തിലുള്ള എൻസൈമുകൾ പ്രവർത്തനക്ഷമമാകും. അപ്പോൾ ഹോർമോൺ ഗ്രാഹി സംയുക്തം രൂപപ്പെട്ട് കോശത്തിലുള്ള എൻസൈമുകൾ പ്രവർത്തനക്ഷമമാകും. അങ്ങനെയാണ് കോശങ്ങളിൽ മാറ്റം വരുന്നത്, ഹോർമോൺ കോശത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ. ഇനി ചോദ്യം സി. ഹോർമോണുകളുടെ ഉൽപ്പാദനം നിയന്ത്രിക്കുന്നതിൽ ഹൈപ്പോതലാമസിൻ്റെ പങ്ക് എന്താണ്? ഹോർമോണുകളുടെ ഉൽപ്പാദനം നിയന്ത്രിക്കുന്നതിൽ ഹൈപ്പോതലാമസിൻ്റെ പങ്ക് എന്താണ്? അതിൻ്റെ ഉത്തരം ശ്രദ്ധിക്കുക. റിലീസിങ് ഹോർമോൺ, ഇൻഹിബിറ്ററി ഹോർമോൺ എന്നിവ ഉൽപ്പാദിപ്പിച്ച് ഹൈപ്പോതലാമസ് പിറ്റ്യൂട്ടറി ഗ്രന്ഥിയെ നിയന്ത്രിച്ച് മറ്റ് അന്തസ്രാവി ഗ്രന്ഥികളെ സ്വാധീനിക്കാനുള്ള ട്രോപ്പിക് ഹോർമോണുകൾ ഉണ്ടാകുന്നതിന് കാരണമാകും അല്ലേ. അതായത് ഈ മറ്റുള്ള അന്തസ്രാവി ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണിനെ നിയന്ത്രിക്കുന്നുണ്ട് ഹൈപ്പോതലാമസ്. ഹൈപ്പോതലാമസ് ആണ് റിലീസിങ് ഹോർമോണും ഇൻഹിബിറ്ററി ഹോർമോണും ഉൽപ്പാദിപ്പിക്കുന്നത് അല്ലേ. ഈ റിലീസിങ് ഹോർമോണിൻ്റെ ഉൽപ്പാദനം കൂട്ടാൻ വേണ്ടിയും ഇൻഹിബിറ്ററി ഹോർമോണിൻ്റെ ഉൽപ്പാദനം ഇല്ലാതാക്കാൻ വേണ്ടിയുമാണ് ഹൈപ്പോതലാമസ് ഉൽപ്പാദിപ്പിക്കുന്നത് അല്ലേ. അപ്പോൾ ഇത് മറ്റ് അന്തസ്രാവി ഗ്രന്ഥികളെ സ്വാധീനിക്കാനുള്ള ട്രോപ്പിക് ഹോർമോണുകൾ ഉണ്ടാകാൻ കാരണമാകും അല്ലേ. അപ്പോൾ ഈ മറ്റുള്ള ഗ്രന്ഥികളെ നിയന്ത്രിക്കുന്നത് കൊണ്ടാണ് ഹൈപ്പോതലാമസിനെ ഇങ്ങനെ പറയുന്നത്. ഹോർമോണുകൾ ഉൽപ്പാദനം നിയന്ത്രിക്കുന്നതിൽ ഹൈപ്പോതലാമസിന് നല്ല പങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ റിലീസിങ് ഹോർമോൺ, ഇൻഹിബിറ്ററി ഹോർമോൺ എന്നിവ ഉൽപ്പാദിപ്പിച്ച് ഹൈപ്പോതലാമസ് പിറ്റ്യൂട്ടറി ഗ്രന്ഥിയെ നിയന്ത്രിച്ച് മറ്റ് അന്തസ്രാവി ഗ്രന്ഥികളെ സ്വാധീനിക്കാനുള്ള ട്രോപ്പിക് ഹോർമോണുകൾ ഉണ്ടാകുന്നതിന് കാരണമാകുന്നു. അതുകൊണ്ടാണ്. ഓക്കെ. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ നന്നായിട്ട് വായിക്കുക, പരീക്ഷയൊക്കെ നന്നായിട്ട് എഴുതാൻ ശ്രമിക്കുക. ഓക്കെ. എല്ലാവർക്കും വരുന്ന പരീക്ഷയിൽ, മാർച്ചിലെ പരീക്ഷയിൽ നല്ല മാർക്ക് ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഓക്കെ.